ബാബു തൽബീസി ബി തശ്ബീഹി ഹാദിഹിൽ മുനാളറാത്തി ബി മുശാവറാത്തി സ്വഹാബത്തി വ മുഫാവളാത്തി സലഫി. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വാദപ്രതിവാദങ്ങളും തർക്കങ്ങളും ഒക്കെ തുലനപ്പെടുത്തുക, സാദൃശ്യപ്പെടുത്തുക. എന്തിനോട്? മുത്തു സ്വഹാബത്തിന്റെ മുഷാവറകളോടും അവരുടെ കൂടിയാലോചനകളോടും സലഫു സാലിഹീങ്ങളിൽ കൂടെ ഒഴുകി വന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല കാര്യങ്ങൾ. അതുപോലെയാണ് ഞങ്ങൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന മുനാളറ എന്ന് തശ്ബീഹാക്കിയിട്ട് മനുഷ്യനെ ആകെപ്പാടെ കൺഫ്യൂഷൻ ആക്കിയിട്ട് ഒരു തിരിച്ചറിവായ്മ ഇല്ലാതെ ആക്കിയിട്ട് രണ്ടും ഒന്നാക്കുന്ന രൂപത്തിൽ ഒരു സ്വിപ്പുണ്ടാക്കുക. അതിനെപ്പറ്റി വിശദീകരിക്കുന്നു. നീ അറിയുക, അന്നഹഉലായി ഇത്തരം വാദപ്രതിവാദങ്ങളും തർക്കങ്ങളും നടത്തുന്നവർ കത് യസ്തദിരിജൂനന്നാസ അവര് ജനങ്ങളെങ്ങനെ പിടിച്ചു കൊണ്ടുവരും ഇലാദാലിക അത്തരം ഒരു വാദം നടത്തുന്നതിലേക്ക്. എന്തുകൊണ്ട്? ബി അന്ന ഖറലന നിശ്ചയമായിട്ടും ഞങ്ങളെ ആവശ്യം മിനൽ മുനാളറാത്തി ആ മുനാളറകള് ഇത്തരം മുനാളറകൾ നടത്തുന്നുണ്ടല്ലോ, ഈ മുനാളറാത്തുകളിൽ നിന്നൊക്കെ ഞങ്ങൾ എന്താ ആവശ്യം? അൽ മുബാഹസത്തു അനിൽ ഹഖ്, അത് ഹക്കിനെ തൊട്ടുള്ള ചർച്ച ചെയ്യാൻ വേണ്ട വാദപ്രതിവാദങ്ങൾ. ഇത് എന്തിനാ? ലിയത്തലിഹ നെല്ലും പതിരും വക തിരിച്ചറിയാൻ ഏതാ സത്യം ഏതാ മിഥ്യ. അപ്പൊ സത്യം ഇവിടെ വെളിപ്പെടേണ്ടതുണ്ട്. അതിനു വേണ്ടിയുള്ള സത്യത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ തർക്കങ്ങളും വാദപ്രതിവാദങ്ങളും ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് ജനങ്ങളെ വല്ല ചൂണ്ടിലിട്ട് പിടിച്ച് ജനങ്ങൾ അതിലേക്ക് എത്തിക്കും. ഫൈനൽ ഹഖ മത്ലൂബൻ, ഇവിടെ തേടപ്പെടുന്നത് ഹക്കാണല്ലോ, അപ്പൊ ഹക്കാണ് തേടപ്പെടുന്നത്. പിന്നെ തആവനു അലൽ നദരി ബിൽ ഇൽമി, വിജ്ഞാനത്തിൽ നല്ലോണം ചിന്തിച്ച് ആലോചിച്ചുകൊണ്ട് സഹായം തേടുക എന്നുള്ളതും ആണല്ലോ. എന്ന് പറഞ്ഞാല് കൽബ് കൊണ്ട് ചിന്തിച്ചിട്ട് ആ ഭാഗത്തിൽ കൂടെ കൽബ് കൊണ്ടൊരു ആശയം തേടുക. ഇതാണ് തആവനു അലൽ നദരി ബിൽ ഇൽമി എന്ന് പറഞ്ഞാൽ. അതൊക്കെയാണ് ഇവിടെ ഉള്ളത്. തവാറുദുൽ ഖവാത്തിരി മുഫീദു മുഅസ്സിറുൻ, അതുപോലെ തന്നെ മനുഷ്യന്റെ ഇവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഹൃദയങ്ങൾ, ആ ഹൃദയത്തിൽ വന്നുപോയിക്കൊണ്ടിരിക്കുന്നതൊക്കെ മനസ്സിലാക്കി തരുന്നതും ഫലം വരുത്തുന്നതുമാണല്ലോ എന്നിത്യാദി ആവശ്യങ്ങളാണ് ഈ തർക്കിക്കുന്ന ആളുകൾ ഉന്നയിക്കുക. ഇത് കേൾക്കുന്ന സാധാരണ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ മൂല്യന്മാരനെ അത്തരം കാര്യം പഠിക്കുന്നതിലേക്ക് ഉളയുന്നു ഈ വാക്ക് കേട്ടിട്ട്. ഹാക്കഥ ഇങ്ങനെയായിരുന്നു ചർച്ച ചെയ്തിട്ട് പറയണവര് കാന ആദത്തു സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും, ഇതേപോലെയായിരുന്നു സ്വഹാബാക്കളെ പതിവ്. ഈ മുഷാവറാത്തിയും അവരുടെ കൂടി ആലോചന സമിതിയിലൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു. അവർ പരിപാടി ഞങ്ങൾ നടത്തുന്നു. ഏതുപോലെ? തസാവുരിഹിം അവർ കൂടിയാലോചന നടത്തിയതുപോലെ. ഈ മസ്അലത്തിൽ ജദ്ദി വൽ ഇഖ്വത്തി സഹോദരൻ സഹോദരി അതുപോലെ വല്ലിപ്പ ഇവർക്ക് വേണ്ട മസ്അല പറ്റിയ തർക്കം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. വഹദ്ദി സുർബുൽ ഖംരി കള്ള് കുടിച്ചതിനുള്ളതായിരിക്കുന്ന ശിക്ഷ. വജൂബിൽ വർമി അൽ ഇമാമി ഇദാ അഖ്തഅ ഭരണാധിപൻ തെറ്റുപറ്റിക്കഴിഞ്ഞാൽ ഭരണാധിപൻ കടക്കാരനാവൽ നിർബന്ധമാവുക എന്നിത്യാദി കാര്യങ്ങളൊക്കെ സ്വഹാബത്തിന്റെ കാലം ചർച്ച ചെയ്തുണ്ടാക്കിയിട്ടുണ്ടല്ലോ. അതേപോലെ ചർച്ചയാണ് ഞങ്ങൾ നടത്തുന്നു പറഞ്ഞ് സ്വീപ്പാക്കുന്നു. ഏതുപോലെ? കമാനുഖില ഉദ്ധരിക്കപ്പെട്ടതുപോലെ. എന്ത്? മിൻ ഇജ്ഹാലിൽ മർഅതി, ഒരു പെണ്ണെന്താണെന്നറിയാമോ ഒഴിവാക്കിയിട്ടു. ജനീനഹ അവൾക്കുള്ള വയറ്റിന്റെ കുട്ടിനെ ഒഴിവാക്കി. എന്തുകൊണ്ട്? ഖൗഫമിൻ ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു തൊട്ട് പേടിച്ചതിന് വേണ്ടിയും. അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന് ഉത്തരവാദി ആരാകും? ഭരണാധിപനല്ലേ. അതുപോലെ വക്കമാനുക്കല, അപ്പൊ അങ്ങനെ ഉണ്ട് സംഗതി. വക്കമാനുക്കല ബിമസാഇൽ ഫറാഇദ് വഗൈരിഹ, അതുപോലെ തന്നെ ഫറാഇദിന്റെ മസ്അലകളും അതല്ലാത്ത അനേകം മസ്അലകളുണ്ട്. അങ്ങനെയൊക്കെ ഉദ്ധരിക്കപ്പെട്ട് കാണുന്നുണ്ട്. അക്കൊരു തർക്കിച്ചുണ്ടാക്കിയതല്ല. അതുപോലെയാണ് ഇപ്പോൾ കൂട്ടിക്കോളി. മുഹമ്മദ് ബിനി അൽ ഹസൻ മാലിക് നബി ഈ പറഞ്ഞ മഹാന്മാരെ തൊട്ടൊക്കെ എന്തെല്ലാം കാര്യം ഉദ്ധരിച്ചു തന്നിട്ടുണ്ട്. ഓരെങ്ങനെ ആലോചിച്ചിട്ട് കിട്ടിയതല്ലേ. അത് നമ്മളുടെ വാദപ്രതിവാദം തന്നെ ഞങ്ങൾ നടത്തുന്ന സത്യത്തിന് വേണ്ടി പറഞ്ഞ് സ്വീപ്പാക്കും. എന്നിട്ടോ ഈ പറഞ്ഞത് ഇസ്തിബാസ് സ്വഹാബത്ത് നടത്തിയും ഇവിടെ നടത്തുന്ന തോന്നുക. ഇങ്ങനെ ഇസ്തിബാസ് ഇവിടെ ഉണ്ട്. തൽബീസാക്കല്, ആ തൽബീസിന്റെ മേൽ നിന്നെന്താക്കുന്നറിയ വെളിപ്പെടുത്തുന്നുണ്ട്.
മാ അത് കുറുഹു, ഞാൻ നിനക്ക് പറഞ്ഞു തരുന്ന ഒന്ന് വിശദമായി പറഞ്ഞുതരാം, അതൊന്ന് മനസ്സിലാക്കുക. ഓഹുവാ, അതെന്താ? അന്നത്താവുരലാത്തലവില്ലീൻ, സത്യത്തെ തേടുക എന്നുള്ളതിന്റെ മേലെ സഹായം ദീനിൽപ്പെട്ടതാണ്. പക്ഷേ വലാക്കിൻ അലാമാതു സമാൻ, 8 സ്ഥലത്തുകളും അടയാളങ്ങളും ഇത്തരം കാര്യങ്ങൾക്ക് ഉണ്ട്. എന്നിങ്ങനെ പറ്റുമോ? ഒന്നില്ലാതെ തർക്കിച്ചിട്ട് കാര്യമില്ല. അൽ-അവ്വലു, ഒന്നാമത്തെ കാര്യം എന്താണ്? അല്ലായസ്തഅലബിഹി, ഒരു ഇൽമു കൊണ്ട് അവൻ ജോലിയാവാതിരിക്കണം. അങ്ങന്റെ ഇൽമുഹുവാ ഇൽമുൻ ഫുറൂദിൽ കിഫായാത്തി, ഫർദ് കിഫയിൽ പെട്ടതായിരിക്കുന്ന കർമ്മം. അങ്ങനെയാണ്. അല്ലായസ്തഅലബിഹി, ഇൽമു കൊണ്ട് ജോലിയാവാതിരിക്കണം. ഒഹുവാ എത്തരത്തില്ല ഇൽമ് മിൻ ഫുറൂദിൽ കിഫായാത്തി, സമൂഹ കടപ്പാടിൽ പെട്ടതായിരിക്കുന്ന ഇൽമാണ്. ഒരാൾ ആ നാട്ടിൽ പഠിച്ചതുണ്ടെങ്കിൽ മറ്റുള്ളവരും എല്ലാവരും കുറ്റത്തുനിന്ന് ഒഴിവായി. അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു വിജ്ഞാനത്തിൽപ്പെട്ടതായിരിക്കുന്ന വിജ്ഞാനമാണെങ്കിൽ ഫർദ് കിഫ കൊണ്ട് അവൻ ജോലിയാവാതിരിക്കണം. ആരും മന്നൊരുത്തൻ, അങ്ങനത്തെ ഒരുത്തൻ ലമ്യത്തഫറമിനൽ ഫുറൂദില്ലാൻ, സ്വന്തം തടികൾക്ക് ബാധകമായി വന്നതായിരിക്കുന്ന കർമ്മങ്ങളും ഫർളുകളുമുണ്ട്. അത്തരം ഫർളുകളൊന്നും ഒഴിവാവാതൊന്നും വീട്ടാത്തവൻ ഫർള് കിഫ വീട്ടുവാൻ സന്നദ്ധനായിട്ട് കാര്യമുണ്ടോ? ഇല്ല. വമൻ അലൈഹി ഫർളു ഐൻ, അതുപോലെ തന്നെ ഫർള് ഐന് നിർബന്ധമായി ഒരാൾ ഉണ്ടാകും, അവനും പാടില്ല. അത്തരം ആളുകളൊന്നും ചെയ്യാൻ പാടില്ല. ഫസ്തഗിൽ ബി ഫർളി കിഫ ഫസ്തഗല, അങ്ങനെ ഒമൻ ഒരുത്തൻ, എങ്ങനത്തെ ഒരുത്തെന്നറിയാമോ? അലൈഹി, അവന്റെ മേലുണ്ട് എന്തുണ്ട്? ഫർളു ഐൻ, ഒരു ഫർളായ കടമുണ്ട്. ഐനായ ഫർള്, നിസ്കാരോ സക്കാത്തോ നോമ്പൊക്കെ ഒരു ഫർള് അതിനായിട്ടുണ്ടാവും. അത്തരം കാര്യമുള്ളൊരു വ്യക്തി ഫസ്തഗല, അവൻ ജോലിയായി. ബി ഫർളി കിഫായ, സമൂഹ കടപ്പാട് കൊണ്ട് അവൻ ജോലിയായി. എന്നിട്ട് അവൻ ബാധിക്കുന്നു. എന്റെ വാദം? അന്ന മഖ്സദു, ഞാൻ ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഉദ്ദേശം അൽ ഹഖ്, ഹക്കാണ്, ഹക്കാണ് എന്റെ ഉദ്ദേശം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പറയുന്നു. പൗവകാദിവൻ, ഇതൊരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ പച്ചക്കള്ളമാണ് പറയുന്നത്. അത് ശരിയല്ല, കാരണം ഇവിടെ നിറവേറ്റ ആളില്ലേ. അതിന് ഉദാഹരണം പറയാം. മിസാലുഹു, അതിന്റെ ഉദാഹരണം, മയ്യത്തുറുഖുസ്സലാത്ത ഫീ നഫ്സി, അവൻ എന്ത് ചെയ്യുന്നറിയാമോ? സ്വന്തം നഫ്സിൽ നിസ്കാരം ഉപേക്ഷിക്കുന്നു. എന്നിട്ട് ഈ വസ്ത്രം ഉണ്ടാക്കുന്ന കാര്യം, വസ്ത്രം നെയ്തുണ്ടാക്കുക, വസ്ത്രത്തിന്റെ നെയ്ത്തില് എന്നിത്യാദി കാര്യത്തിൽ മാത്രം തനിച്ചിരിക്കുന്നു. ഫറലായതൊക്കെ ഒഴിവാക്കി ചെയ്തു. അവന്റെ തടിക്ക് നിർബന്ധമായ നിസ്കാരമൊക്കെ ഒഴിവാക്കി ഈ തയ്ക്കാൻ വേണ്ടി, വസ്ത്രത്തെ തയ്ച്ചുണ്ടാക്കാനും നെയ്യാനും വേണ്ടി മാത്രം തനിച്ചിരിക്കുക. എന്നാൽ എന്നിട്ട് പോയപ്പോലും പറയും, ഓറലി, ഞാനിങ്ങനെ വസ്ത്രം നെയ്യുന്നതും തുന്നുന്നതൊക്കെ എന്തിനറിയോ? അസ്തർ ഔറത്തൻ ഔറത്തമയുസല്ലി ഒരിയാന, വസ്ത്രമൊന്നുമില്ല. വലാ യജിദ് സോബൻ, വസ്ത്രമൊന്നും കിട്ടാത്തവൻ നഗ്നനായി നിസ്കരിക്കും. അങ്ങനെ നഗ്നത വെളിപ്പെടുത്തി നിസ്കരിക്കുന്ന ആൾക്കാർക്ക് ഔറത്ത് മറക്കണ്ടേ? ആ ഔറത്തിന് ഏറ്റവും മറക്കുന്നൊരു സംഗതിയാണ് എന്റെ ആവശ്യം. അതാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയും. നാം നോക്കണം, ഇന്നതാലിക്ക, ചിലപ്പോൾ അത് റുബമായി എത്തവിക്കും, ചിലപ്പോൾ യോജിച്ച് വരാം. ഇങ്ങനെ ഇത് സംഭവിക്കുക എന്നുള്ളത് മുംകിനും, അത് അസാധ്യമല്ല, സാധ്യവുമാണ്. ഇതൊക്കെ സംഭവിക്കാം. ഏതുപോലെ കമാ യസ്അമുൽ ഫഖീഹു, ഒരു ഫഖീഹായ ആൾ പറയും പോലെ, അന്നവുക്കു അന്നവാദിരി, നാദിറായ കാര്യങ്ങൾ സംഭവിക്കുക, സാധാരണ കാര്യം സംഭവിക്കുക. അല്ലത്തി, രംഗത്തെ നവാദിറുകള്, അൻഹ, ആ നവാദിനെ തൊട്ടാണ് എന്ത് അൽ ബഅ്സു ഉൽ ഖിലാഫി. അപ്പോ അങ്ങനെ സംഭവിക്കുന്ന ചർച്ചകളിൽ ഖിലാഫുൽ മുംകിനുൻ, അതെന്താണ്? മുംകിനാണ്. അങ്ങനെ വരാം, അങ്ങനെ സംഭവിക്കാനാണ് അതിരുകള്. നിങ്ങളുടെ ഖിലാഫിനൊരു ചർച്ചകൾ വരുമ്പോൾ അതൊക്കെ സാധ്യമാണ്, ആണ്. വൽ മുസ്തഖിലൂന ബിൽ മുനാളറത്തി, ഇങ്ങനെ പറഞ്ഞ് അതിനായതൊക്കെ ഒഴിവാക്കി സമൂഹ കടപ്പാടുമായി ബന്ധപ്പെട്ടത് എന്തുണ്ടോ അത്തരം മുനാളറ കൊണ്ട് ജോലിയായവൻ, മുഹ്മിലൂന, അവരൊക്കെ കളയുന്നവരാണ്, ഒഴിച്ചിടുന്നവരാണ്. ലി ഉമൂരിൻ ഹിയ ഫർളു ഐൻ ബിൽ ഇത്തിഫാഖ്, ഇത്തിഫാഖ് എന്ന നിലക്ക് ഫർളു ഐനാണ് ഈ കാര്യങ്ങളൊക്കെ, സ്വന്തം ചെയ്തു തീർക്കേണ്ടതാണ്. അത്തരം കാര്യങ്ങളെ ഒഴിവാക്കുന്നവരും മുടക്കാക്കുന്നവരുമാണ് മുനാദർ കൊണ്ട് ജോലിയാകുന്നവർ, വലിയ അപകടം ചെയ്യുന്നത്. ഒമന്തവജഹി, ഇനി അവന്റെ മേൽ എന്താണെന്നറിയാമോ? നിർബന്ധമായി മുന്നിട്ട് വന്നു റദ്ദുവദിഅത്തിൻ ബിൽ ആലി, അപ്പോൾ തന്നെ സൂക്ഷിക്കാൻ വേണ്ടി കൊടുത്ത സ്വത്ത് തിരിച്ചു കൊടുക്കണം എന്നതാണ്. അങ്ങനെ വഖാമ, അവൻ നിന്നു. വാഹറബിസ്വലാത്തി, നിസ്കാരം കൊണ്ട് തക്ബീറത്തിലിറാൻ കെട്ടി. അല്ലത്തി, അങ്ങനെ നിസ്കാരം, ഹിയാദ് അഖ്റബുൽ ഖുർബാത്തി ഇലല്ലാഹി തആല, അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്തതായിരിക്കുന്ന ആരാധന നിസ്കാരമാണ്.
ഇവിടെ ഇപ്പോൾ തന്നെ സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ച സാധനം തിരിച്ചു കൊടുക്കുന്ന നിർബന്ധമാണ്. അത് ഒഴിവാക്കി ഇങ്ങനെ നിസ്കരിച്ചാൽ അസബിഹി അതുകൊണ്ടവൻ ദോഷിയായി നർത്തം ചെയ്യാൻ പാടില്ല. അപ്പൊ ഒരു വ്യക്തിയാവുക മുത്തിഅൻ അവനെന്താ അനുസരിക്കുന്നവനാവുക എന്നതിൽ മതിയാകൂല. എന്ത് കൗനു ഫിഇലിഹി അവൻ ചെയ്യുന്ന പ്രവൃത്തി മിൻ ജിൻസി ത്വാഅത്തിന്റെ വർഗത്തിൽ പെട്ടതാണ് എന്നതാവാൻ എന്താവൂല, മതിയാകൂല. അതിലെന്ത് വേണം? ഷർത്തുകൾ വേണം, ക്രമീകരണങ്ങൾ വേണം, ടൈമും വേണം. അതൊക്കെ സൂക്ഷിക്കാത്ത കാലത്തോളം ത്വാഅത്തിന്റെ ജിൻസിലതാവുക എന്നുള്ളതിന് കുഴപ്പം മതിയാകൂല എന്നാണ്. അപ്പൊ ഒന്നങ്ങനെയായി. ഇനി രണ്ട് പിന്നെ പറയാം.